അബുദാബിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ജെനിറ്റ്. ഞാൻ നിങ്ങളെ എന്റെ ഹൃദയത്തിൽ നിന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വിളിക്കുകയാണ്. കാരണം എന്റെ ഈ ചാനൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ഓൺലൈൻ ന്യൂസ് ഒന്നും അങ്ങനെ കേൾക്കുന്ന ആളല്ല. എങ്ങനോ ആക്സിഡന്റിലാണ് ഈ ഒരു മറ്റേ ടീനുപാസിന്റെ സീൻ വന്നപ്പോഴാണ് എങ്ങനോ ആരോ ത്രൂ ഞാനിത് യൂട്യൂബിൽ ഇത് കണ്ടു. പിന്നീടാണ് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും, ഞാനിപ്പോ ഒരു 3-4 ദിവസം ഒരു വർക്കിലിരുന്ന് ഫുള്ള്, കാരണം നമ്മളുടെ വർക്ക് എന്ന് പറയുമ്പോൾ ഓഫീസിൽ ജോബാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഹെഡ്സെറ്റ് കുത്തിയിട്ട് ITV ന്യൂസിന്റെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ നിങ്ങളെ ഡയൽ ചെയ്യുന്നതിന് ഒരു 20 സെക്കൻഡ് കൊണ്ട് ഞാൻ ലാസ്റ്റ് കേട്ടത് 20 മണിക്കൂർ മുമ്പ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, ടീനുപാസിന്റെ കേസ്. അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ വിഗ് വെക്കും നിങ്ങൾ കൂടെ. ആ ഒരു വീഡിയോയിൽ ആദ്യം ഒരു അച്ചായൻ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു വെക്കുന്ന ഒരു ഇതുണ്ട്. 5 PhD എത്ര എടുത്ത ഒരു അത്ര എഡ്യൂക്കേറ്റഡ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു അച്ചായൻ വിളിച്ചിട്ട് ആ പ്രാർത്ഥിച്ചു വെച്ചെന്ന് കേട്ടപ്പോൾ ശരിക്കും എന്റെ ഹൃദയം എനിക്ക് ഭയങ്കര ടച്ച്ഡ് ആയത്. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് വിളിക്കണം. കാരണം വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആരെക്കുറിച്ച് ഒന്നും പറയാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അതിന്റെ വലിയൊരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വലിയൊരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ ഒരു ക്ലീനപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഇതിന് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നു, ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും, നിങ്ങൾ പലരാളും ഒറ്റപ്പെടും, പല ചീത്തയും കേൾക്കേണ്ടി വരും. പക്ഷെ ബോൾഡ് ആൻഡ് ആക്റ്റീവായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതിന് എന്താ പറയാ, ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും, ഹൃദയം നിറഞ്ഞ ഒരുപാട് പേരുടെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പോകണം. എല്ലാ മേഖലകളിലും ഞാനൊരു വർത്തമാനക്കാരനാണ്, പക്ഷെ ഏത് മേഖലയാണെങ്കിലും അതിലെ കള്ളത്തരങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ നാട്ടുകാരിത് നമ്മളെ ദുഷിക്കാൻ ഒരു കാരണമാകും. ഇദ്ദേഹത്തിന്റെ ബ്രദറിന്റെ സഭയിൽ ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു, ഈ ടീനുപാസിന്റെ. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ 2014 മുതൽ കൊണ്ടുവരുമായിരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ നിർത്തി. ഇതെന്തോ ചെയ്യുന്നുണ്ടെന്നറിയാം, നമ്മളുടെ ഒരു പാമ്പ് ലേബർ ക്യാമ്പിലുള്ള 2-3 പേര് ഇവരെ കയ്യിലെടുക്കും. എന്നിട്ട് പറയും ഇനി നിങ്ങളിൽ കൂടാണ് നടക്കുന്നത്, നിങ്ങളാണ് ഇവിടെ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് തിരികേറ്റി. ഇവര് പാവത്തങ്ങള് ഉള്ള ലേബർ ക്യാമ്പ് മുഴുവൻ കയറി ഇറങ്ങി നടന്ന് ഉള്ള സുവിശേഷവും പറഞ്ഞു. അവർ ഒരുപാട് പേര് എനിക്കിപ്പോഴും അറിയാം. അവരൊക്കെ വിട്ടു. അവരൊക്കെ വെറും സാധുക്കൾ, അത് ചെറിയ ശമ്പളത്തിന് ജോലി എടുക്കുന്നത്. അവരെ ചർച്ചിന്റെ പുൽപ്പിറ്റിലൊക്കെ കയറുന്നുണ്ട്. അവരെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ പാവത്തങ്ങൾ ഒരുപാട് അങ്ങ് വലിയ കൊമ്പത്ത് ഇത് മനക്കോട്ട കിട്ടിപ്പോയി. അവരൊക്കെ മാറി, അവരെല്ലാരും മാറി. അപ്പൊ ഞങ്ങളന്ന് സ്ഥിരം വന്ന് പോവായിരുന്നു. അപ്പൊ അന്ന് ഒരു കാര്യം ഞങ്ങൾ അന്ന് നോട്ടീസ് ചെയ്തു. ഇത് അന്നാണ് ഓർക്കണം. അപ്പം ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഞാനും എന്റെ ഒരു കൂടെ ഉള്ള ഒരു അച്ഛനും കൂടെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അന്ന് പുള്ളിയുടെ ബ്രദറിന്റെ ഇവിടെ ഒരു സഭയുണ്ട്. ആ സഭയിൽ ഒരു തവണ ഇതുപോലെ ഒരു ആഫ്രിക്കൻ പാസ്റ്റർ വന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ സ്വർണം കൊണ്ടുവന്ന് സ്തോത്രകാഴ്ചയായിട്ട് ഇടാൻ. പുള്ളിയുടെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടൊരു ബാസ്ക്കറ്റ് വെച്ചേക്കുക, ഒരു മുള കൊണ്ടുണ്ടാക്കി ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് ഇവരുടെ തന്നെ ആൾക്കാർ 2-3 പേര് പോയി 2-3 ഗോൾഡിന്റെ കാര്യങ്ങൾ ഇടും, വളയോ അങ്ങനെ കാര്യങ്ങൾ ഇടും. അപ്പൊ ബാക്കിയുള്ളവർ ഇത് കാണുമ്പോൾ എന്തോ എല്ലാവരും ഇവിടെ നടക്കും, നമ്മളിട്ടെങ്കിൽ മോശമല്ലോ. പക്ഷെ അങ്ങനെ ഇയാൾ പറഞ്ഞു, കാരണം നിങ്ങൾ ഇടുന്നതനുസരിച്ച് നിങ്ങൾ ബ്ലെസ്സിങ്. ഇത് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാനിപ്പം സുനിൽബാബുവിന്റെ വീഡിയോയിൽ ഞാൻ അത് കേട്ടു. 2 ദിവസം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇതേ ഒരു ഇൻസിഡന്റ് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വേറെ ഏതോ സഭയിലാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ആണോ അറിയില്ല. ഞങ്ങളിത് ലൈവായിട്ട് 2014 ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ പാസ്റ്റർ വന്നിട്ട് ഇവരുടെ തന്നെ, അതായത് TB ജോർജ് എന്നാണ് പുള്ളിയുടെ ബ്രദറിന്റെ പേര്, പുള്ളിക്കാരന്റെ സഭയില് ഇതുപോലെ ഗോൾഡ് കൊണ്ടുവന്ന് ഇടാറുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇതിൽ നമ്മളും മടുത്ത് നമ്മളും മെല്ലെ അറിയാൻ പറ്റും. കാരണം മനസ്സിലായി ഇതിന്റെ ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റിയാണ് അവർ കൂടുതൽ പറയുന്നത്. പക്ഷെ ഒരുപാട് വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയുക ഉൾക്കഥകളൊക്കെ മനസ്സിലായത്. നമ്മൾ ഈ ട്രാൻസ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാരും പറഞ്ഞു ക്രിസ്ത്യാനികളെ മോശമാക്കി. ഇപ്പം ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് അവരെ തുറന്നു കാട്ടിയത്. എന്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഹൃദയം പറഞ്ഞു നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. എനിക്ക് വേറൊന്നും, ഞാൻ 3-4 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇതാണ് കാരണം ഓരോ വീഡിയോ കാണുമ്പോഴും സത്യം എന്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെയും സഹായം ഇല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, സർവശക്തനായ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാവും. അതെ, മനുഷ്യന്റെ സഹായം ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. കാരണം എന്താ അറിയോ, ഇന്ന് ലോകം ഭരിക്കുന്ന ഇവരൊക്കെ അത് നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ സഹായം ഞാൻ പറയുന്നില്ല. സങ്കീർത്തനം 118 പറയുന്ന പോലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതിനെ നല്ലതെന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ കരം ചേട്ടാ നിങ്ങളോട് ഉണ്ടാവും. ഇതുപോലുള്ള എല്ലാ കള്ള നാണയങ്ങളെയും നിങ്ങൾ തുറക്കണം.
അതൊരു നിമിത്തമായിരുന്നു ആ വീഡിയോ. ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ ഒരെണ്ണം വിടാതെ ഞാൻ പഴയത് മുതൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കാരണം ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഞാനിപ്പം ഞാൻ കണ്ടത് മറ്റേ ആ പ്രാർത്ഥിച്ച അച്ഛൻ്റെ വീഡിയോ. അത് ഞാൻ ആ പ്രാർത്ഥന വരെ ആയിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് സ്പോട്ടിൽ തന്നെ എനിക്കങ്ങ് വല്ലാണ്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സ്പോട്ടിൽ വിളിച്ചത്. അങ്ങനെ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ സഹായിച്ച് നിങ്ങളെ നടത്തും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതല്ലേ സുനിലെ പെട്ടിക്കട പോലെ എന്താ തട്ടുകട പോലെ ഇവരുടെയും സുവിശേഷം. യാതൊരു പ്രയോജനമുള്ള അവര് കാശും കൊണ്ടുപോകും, പൊട്ടരെല്ലാരും കാശ് കൊടുക്കുകയും ചെയ്യും, മൊണ്ടം കുഞ്ഞുങ്ങൾ കാശ് കൊടുക്കുകയും ചെയ്യും. ഈ പത്തനംതിട്ട ജില്ലയിലെ എന്റെ അറിവിലെ കോഴഞ്ചേരി തുടങ്ങി പുല്ലാട് വരെ 12 എണ്ണം ഉണ്ട്. അതിൽ തങ്കുവിന്റെ രാവിലെ 7:30 തുടങ്ങും, 10 തീരും, 10 തുടങ്ങും, 12 തീരും, 2 തുടങ്ങും, 4 തീരും. പല പല ഷോയാ. പല ഷോയ. 4 ഷോയ്ക്കും കഞ്ഞിയും പയറും പപ്പടവും കപ്പിയുണ്ട്. ഇത് കുടിക്കാനാ വരുന്നത്. ഇവരുടെ വീടുകളിൽ പ്രയർ വെക്കും. അവിടെയും ബക്കറ്റ് പിരിവുണ്ട് കേട്ടോ. അത് വീട്ടുകാർക്ക് തന്നെ കൊടുത്തേച്ചു പോകും. ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും മനുഷ്യനെ പറ്റിച്ച് താരനോട് ഒന്ന് പറ. ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയി അതിന്റെ വെളുപ്പ് മാറ്റി കൊടുത്തിട്ട് അവന് പ്രസംഗിക്കാൻ പോകാനൊക്കെ. ഇവരൊക്കെ എന്തോ വിളിക്കേണ്ടത്. അത് കഴിഞ്ഞ് കുമ്പനാട് തന്നെ എത്ര സഭയാണെന്നറിയാം. പിന്നിപ്പം മർത്തോമാ സഭയിൽ പോയിട്ട് ഓരോരുത്തർ എക്സോഡസ് മറിച്ചതെന്ന് പറഞ്ഞ് ഒരു 25 സഭ വേറെയും ഉണ്ട്. 4 പേര് കൂടുന്നിടത്ത് ഒരു സഭയെ 8 പേരായെങ്കിൽ അത് 2 ആവും. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, ബൈബിൾ എടുത്തോണ്ട് പോയ ആരുണ്ട് താണ് പോയിട്ടുള്ളവർ എല്ലാവർക്കും കാശ് കിട്ടിയിട്ട് ചെയ്യും. അവർക്ക് ആർക്കും 10 പെമ്മക്കളുള്ള വീട്ടിലാന്നേലും അപ്പം ബൈബിൾ എടുത്തോണ്ടിറങ്ങിയ തെണ്ടിയാൽ ഒരു കൊഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞു. ഇവര് തന്നെയല്ല, നമ്മളെ ഏത് രീതി വേണേലും പറ്റിക്കും. കച്ചവടത്തിലും പറ്റിക്കും, അല്ലാത്ത രീതിയിലും പറ്റിക്കും. എല്ലാത് കച്ചവടം ഇവരുടെയിലുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്തുകാർക്ക് ഭാര്യമാര് വരിച്ച 2ാമത് കെട്ടിയും വെച്ച് അമ്മച്ചിയും കൊണ്ട് നടന്നേരെ വീട്ടിൽ കയറ്റുള്ളൂ. അവർക്ക് 2ാമത് കെട്ടുകയും ചെയ്യാം. അല്ലാതെ ചെന്ന അമ്മച്ചിമാരെ പിടിക്കാൻ ചെല്ലുന്ന ഇപ്പൊ ഒരു കേൾവി ഉള്ളതുകൊണ്ട് ഒരു 2ാമത് കെട്ടിച്ച് അവരെ വീട്ടിൽ കയറ്റത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ 2 പുസ്തകം കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്. അതിനകത്തെല്ലാം മനുഷ്യരെ കളിപ്പിക്കാൻ. ഇവരെല്ലാം കയറുന്നത് ആണുങ്ങളില്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങൾ തന്നെ ഉള്ളടത്ത്. അല്ലാത്ത ഒറ്റ വീട്ടിലൊരു ചെലുത്തുക. ആണുങ്ങളടുത്ത് എവിടെയെങ്കിലും തരും. പണ്ട് എന്റെ വല്യപ്പച്ചനുള്ളപ്പം യഹോവ സാക്ഷികൾ വരുമായിരുന്നു. അച്ഛൻ പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട്. അവർ പ്രാർത്ഥിക്കത്തില്ല. അവരുടെ അതിനകത്ത് ചേർന്നില്ല, അവർ പ്രാർത്ഥിക്കുകയല്ല. അവരെ കൊണ്ട് സുനിലിന്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിപ്പിക്കാം. അവർ പ്രാർത്ഥിക്കത്തില്ല. അവരുടെ അതിനകത്ത് ചേർന്ന് അവർ പ്രാർത്ഥിക്കും. ഈയിടയില് ഒരു യഹോവ സാക്ഷി മരിച്ചെടുത്ത് പോയപ്പം ഈ തെക്കമ്പല ഭാഗത്ത് യഹോവ സാക്ഷി ഉണ്ടാക്കിയ ഒരാളാണ്. അയാളെ ഞാനൊന്ന് കാണാൻ പോയി. ഗൾഫിൽ നിന്ന് വന്നൊരു പിറ്റേ ദിവസം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന വഴി അവൻ അറ്റാക്ക് വന്ന് മരിച്ചുപോയ. ഞാൻ കാണാൻ പോയി. എന്റെ ഒരു കൂട്ടുകാരുടെ ഭർത്താവായിരുന്നു. അവിടെ നിന്നിട്ട് മനുഷ്യരെല്ലാം വന്ന് കണ്ടു പോവല്ലാതെ റീത്തും വെക്കുക അല്ലാതെ അവരുടെ വീട്ടിൽ ഒരു പാട്ടായിട്ട് പ്രാർത്ഥനയായിട്ട് ഒന്നുമില്ല. അവർ പറയുന്നത് മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന വേണ്ട. ഒരു ജിബിൻ ജോസഫ് എന്നാണ് കേട്ടോ. ഞാൻ ഉത്തർപ്രദേശിലാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത വീഡിയോ എങ്ങനെ ജോൺ താരുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കൊരു സാധനം ആഡ് ചെയ്യണമെന്നായിരുന്നു. ഇപ്പൊ ജോൺ താരിനെ പറ്റി ഞാനൊരു 10-15 വർഷം 14 വർഷം മുമ്പേ അറിഞ്ഞതാണ്. അപ്പൊ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വൈഫിന് ഈ പുള്ളിയെ പരിചയമുണ്ട്. അതായത് പുള്ളി പുനലൂർ ഇരിക്കുന്ന സമയത്ത്, പുനലൂർ ഈ ശുശ്രൂഷയായിട്ട് തുടങ്ങിയ സമയത്ത് എന്റെ വൈഫിന് പരിചയമുണ്ട്. അതായത് പുള്ളിക്കാരി 36-37 വയസ്സോളം ഉണ്ട്. ഒരു 10-15-18 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരിയുടെ വീടിന്റെ സ്ഥലത്ത് ഉള്ള ഒരു ടീച്ചറാണ് എന്റെ വൈഫിനെയും കൊണ്ട് ഈ ജോൺ താരിന്റെ അടുത്ത് പോകുന്നത്. അപ്പം അവിടെ പോയി ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞിട്ട് ഈ പുള്ളി ഇങ്ങോട്ട് വന്ന് എല്ലാവരെയും പുറകിലൊരാൾ നിൽക്കും. എന്നിട്ട് തെള്ളും, മുൻകൂട്ടാ തെള്ളും, പ്രാർത്ഥിച്ചിട്ട് മറിയുമെന്ന് പറഞ്ഞിട്ട് തെള്ളും, നമുക്ക് മറിയത്തക്ക രീതിയിൽ തെള്ളും. അപ്പോൾ പുള്ളിക്കാരി എടുത്ത് വന്നു. പുള്ളിക്കാരി ഇങ്ങനെ ബലമായിട്ട് തെള്ളി. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ തെള്ളുന്ന് പറയുമ്പോൾ കണ്ണു തുറക്കുമല്ലോ. നോക്കുമ്പോൾ കാണാം ബാക്കി എല്ലാവരും വീണ് കിടക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരി ഇച്ചിരി ഹെൽത്തിയൊക്കെയാണ് പുള്ളിക്കാരി അന്ന്. അപ്പോൾ പുള്ളിക്കാരി ബലം പിടിച്ചങ്ങ് നിന്നു. പുള്ളിക്കാരി വീണ്ടും തെള്ളിയപ്പം പുള്ളിക്കാരി മുഖത്തോട്ട് രൂക്ഷമായിട്ട് നോക്കിയപ്പം ഇട്ടിട്ടങ്ങ് പോയി. ഇതാണ് ഇവരുടെ ശുശ്രൂഷയുടെ തുടക്കകാലം മുതലേ ഇങ്ങനെ പരിപാടി ഇതാണ്. ഇതുപോലെ വേറൊരാളുണ്ട്. അതായത് നമ്മുടെ ടിനു ബ്രദർ ഇല്ലേ, ടിനു കുറെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ടിനു പാസ്റ്ററുടെ പുള്ളിക്ക് ഒരു സഹോദരനുണ്ട്, ദുബായിലുണ്ട്. പുള്ളിയുടെ പേര് ടിജോ എന്നാണ്. അവിടെ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നമ്മുടെ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അന്ന് പോയി പങ്കെടുക്കേണ്ടി വന്നു. നമ്മുടെ മാനസികമായ ഒരു പ്രശ്നങ്ങളുമായിട്ടൊക്കെ നമ്മൾ പോയി. അപ്പം എന്റെ വൈഫിന് കിട്ടിയ അതേ അനുഭവമാണ് എനിക്ക് അവിടെ കിട്ടിയത്. ഇവർ പ്രാർത്ഥിച്ച ഒരാളോട് പുറകെ നിൽക്കാൻ പറയും. ഇപ്പൊ അഭിഷേകം വെക്കുന്ന രീതിയിൽ നമ്മൾ തിരുനെറ്റിക്കാണ് പിടിക്കുന്നത്. തിരുനെറ്റിക്ക് പിടിച്ചിട്ട് ഒറ്റ തള്ളാണ് പുറമോട്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത്. അപ്പൊ ഈ കൂടെ നിൽക്കുന്നവർ വിചാരിക്കും ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അഭിഷേകം കിട്ടി. നമ്മൾ ബലം പിടിച്ചാലും തള്ളി വീഴ്ത്തും. നമ്മളെ മുമ്പോട്ട് തള്ളി വീഴ്ത്തും. എന്നിട്ട് അപ്പം ബാക്കിയുള്ള വിചാരിക്കുന്നത് എന്തോ ഒരു പ്രത്യേക അഭിഷേകം കിട്ടി, ഇതൊരു വലിയൊരു ശുശ്രൂഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും ഇതേപോലെ തന്നെയാണ് പുള്ളി അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അന്ന് പുള്ളി വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അന്ന് പുള്ളിക്ക് പചീരമുണ്ട്. 12 വർഷം മുമ്പ് അന്ന് പചീരമുള്ള പുള്ളി വന്നുകൊണ്ടിരുന്നത്.
അപ്പൊ ഇതൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇവരെ ഒരു അഭിഷേകമുള്ളവരായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ധാരണയുടെ തെറ്റാണല്ലോ. നമ്മുടെ വചനത്തിന്റെ ഒരു പക്വതയില്ല, വചനം പഠിക്കുന്നതിന്റെ പക്വതയില്ലായ്മയും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി നമ്മുടെ വിഷമങ്ങളൊന്നും പങ്കുവെക്കാനൊക്കെ ഇല്ലേ നമ്മൾ ഈ പോകുന്നത്. പിന്നീട് ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകേട്ട് വരുമ്പോഴാണല്ലോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണെന്നുള്ളതായിരിക്കും. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്താ വെച്ചാൽ വേറൊരാളും ഇനി ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയാണ് ഇത് പക്കാ തട്ടിപ്പാന്നുള്ളതായിരിക്കും. ഇതൊക്കെ ഈ ജോൺ ചാരുവിന്റെ ഒക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 14 വർഷമായി. ഒരു 12-13 വർഷം മുമ്പ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞതാണ്. അതിലൊരു 3-4 വർഷം മുമ്പായി 4-5 വർഷം മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ എല്ലായിടും അറിയണം സാർ, ഇതെല്ലാവരും അറിയണം. ഇമാര് പൈസ വെട്ടിക്കുന്നത് എല്ലായിടും അറിയണം, ലോകം മൊത്തം അറിയണം. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും അറിയണം. ഇമാരെ ഈ വെട്ടിപ്പിൽ പോയി മൊത്തം പാവങ്ങളാണ് പോയി വീഴുന്നത്, മൊത്തം ഒരു ഗതി നിർഗതി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷ വളരെ നല്ലതാണ്, വളരെ അറിയട്ടെ, എല്ലാവരും ലോകം മുഴുക്കെ അറിയട്ടെ, എല്ലാവരും അറിഞ്ഞ് ഒരു മനസ്സിലാക്കി വരട്ടെ. ഇതിപ്പോ എല്ലാവരും ഇതൊക്കെ തന്നെ, ഈ പുരോഹിതന്മാരും തിരുമേനിമാരും എല്ലാവരും ഇതൊക്കെ തന്നെ അതിന്റെ ഭാഗവാക്കാണ് നമ്മൾ എല്ലാവരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.